കഴിഞ്ഞ രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ടതായ ആലോചന ദൈവം കേൾപ്പിക്കുകയും അറിയിക്കുകയും ഉണ്ടായല്ലോ. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. അതിന് കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-18 തിരുവെഴുത്തുകളാണല്ലോ. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്ക് പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന എനിക്കു പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന എനിക്കു പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന ദാരിദ്രനകം തന്നെ സകൃതി ലഭിക്കൂ. ദാരിദ്ര നിലയില മരിച്ചു നീ. ദാരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കൂ. ദാരിദ്ര നിലയിൽ മരിച്ചു നീ. പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന എനിക്കു പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന ദാരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കൂ. ദാരിദ്ര നിലയിലായി മരിച്ചു നീ. ദാരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കൂ. ദാരിദ്ര നിലയിൽ മരിച്ചു നീ. സ്നേഹപൂരിത ജീവന സ്നേഹപൂരിത ജീവന സ്നേഹപൂരിത ജീവന സ്നേഹപൂരിത ജീവന സ്നേഹപൂരിത ജീവന സ്നേഹമാവുന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹമാവുന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹപൂരിത ജീവന സ്നേഹപൂരിത ജീവന എനിക്കു പരകതിയരുളുപതിനൊന്നി തെജിച്ചു സുരപുരമതിജന
ലഭിക്കൂ. ദരിദ്ര നിലയിലായി മരിച്ചു നീ. സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ, സ്നേഹമാകുന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹമാകുന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ദൈവം അതിന് കൃപ നൽകട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ യാത്രയും വചന ശുശ്രൂഷയും ഉറക്കമുളപ്പും ഉള്ളതുകൊണ്ട് അതിൻ്റെതായ അല്പം ക്ഷീണം ഉണ്ട്. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇന്നലെ രാത്രിയിലും ദീർഘദൂരം യാത്ര ചെയ്ത് അങ്ങ് നെട്ടയത്തായിരുന്നു ഈ ശുശ്രൂഷ. ഈ ദിവസങ്ങളിലെ യാത്രയുടെയും ഒക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. കാലിന് നീരും വേദനയൊക്കെ ഉള്ളതുകൊണ്ട് അധികം നേരം നിൽക്കാനൊക്കുന്നില്ല. അതുകൊണ്ട് ഇന്നലെ വളരെ പ്രയാസമുള്ളതുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് വൈകിട്ടത്തെ ശുശ്രൂഷ ചെയ്തത്, വചനം ശുശ്രൂഷിച്ചത്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. അല്പസമയങ്ങൾ വിശ്രമിച്ചു. രാവിലെ പ്രാർത്ഥിച്ച് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് 8 മണിക്കായിരുന്നു വെള്ളിയാഴ്ച പ്രാർത്ഥന. ഈ ചൂടൊക്കെ ആയതുകൊണ്ട് രാവിലെ 8 മണിക്ക് അങ്ങ് നടത്തും, 10:30 ആകുമ്പോൾ തീരും. അപ്പോൾ രാവിലെ 8 മണിക്ക് പോയി യോഗം നടത്തി ശുശ്രൂഷകൾ അവിടെയും ചെയ്തു. അതിനുശേഷം 11 കഴിഞ്ഞപ്പോൾ എറവങ്കര ഒരു ശുശ്രൂഷയ്ക്ക് പോകണമായിരുന്നു. അത് നിർത്തി വെച്ച് 11:30 എറവങ്കരയെ പോയി അവിടെയും ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. അതിനുശേഷമാണ് വീണ്ടും വൈകിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പം ഏറെ സമയം നിൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. അത് വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് യോഗം എപ്പോഴാണ് നിർത്തണ്ടേ? 9 ആണോ 9:30 ആണോ 10 ആണോ 10:30 ആണോ 11 ആണോ 9? അദ്ദേഹം പറയുന്നത് എപ്പം മെസ്സേജ് തരുന്നു അന്നേരം നിർത്താൻ. മെസ്സേജ് ഇങ്ങനെ പോകും. നമുക്കൊരു ഇപ്പം എന്തുവായി സമയം? 8:30, ഒരു 9:30 നിർത്താമെന്നോ? അത് മതി. അത് തന്നെ അധികമാണ്. 9:30 ആകുമ്പോൾ നിർത്താം. വാച്ച് ഒടിഞ്ഞ് തന്നേര്. കറക്റ്റാണോ? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവെടുത്ത് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും. എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. നിങ്ങൾക്കും അറിയാം, നിങ്ങൾ വചനം പഠിക്കുന്നവരും ധ്യാനിക്കുന്നവരും പ്രസംഗിക്കുന്നവരുമാണല്ലോ. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ പൗലോസിന്റെ ഏതാണ്ട് 14 ലേഖനങ്ങളിൽ 2 ലേഖനങ്ങൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. അത് മറ്റൊന്നുമല്ല, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ഉം 2-ഉം ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. എന്തുവാ ഈ അന്ത്യകാല ശാസ്ത്രം? ഒറ്റ വാക്കി പറഞ്ഞാൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും, സ്വർഗത്തിൽ കൊണ്ടുപോകും, ന്യായവിധി നടത്തും, പ്രതിഫലം തരും, അലങ്കാര ഭാഷയിലാണെങ്കിലും കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കും, തിരിച്ച് തിരുസഭയായിട്ട് വരും, ഇവിടെ ഭരിക്കും 1000 വർഷം.
അതിനിടയ്ക്ക് ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയല്ല. വെറുതെ മനക്കോട്ട കെട്ടി നടക്കുക. യേശുക്രിസ്തു എന്ന ഏക ഛത്രാധിപതി ഈ ഭൂമി ഭരിക്കും. അന്ന് ഇവിടെ സമാധാനവും ശാന്തതയും സ്വസ്ഥതയും കിട്ടുകയുള്ളൂ. ഞങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ ഒക്കുകയല്ലെന്നായി പുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാ നിങ്ങൾ അങ്ങോട്ട് മാറി ഞങ്ങൾ ശരിയാക്കാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഒക്കുകയല്ല. നിങ്ങളെല്ലാം മാറിക്കോ, ഞങ്ങളാണ് നന്നായിട്ട് ശരിയാക്കുന്നത്, ഒന്നും നടക്കുകയല്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്നതും അതങ്ങനെ തന്നെ യേശു ഭരിക്കണം. വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇതുവരെ പരിചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ പരിചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് നാസിസം ഫാസിസം എത്തിസം പാതിസം കമ്മ്യൂണിസവുമില്ല. അന്ന് നാസിസം ഫാസിസം എത്തിസം പാതിസം കമ്മ്യൂണിസവുമില്ല. എനിക്ക് ക്ലിയർ ആകുന്നില്ല പാട്ട്, എന്റെ സ്വരം അത്ര നല്ലതല്ല. അന്ന് നാസിസം ഫാസിസം എത്തിസം പാതിസം കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലിവിടെ. അപ്പം ഇവരാരും ഭരിച്ചാൽ ശരിയാകുകയല്ല. നാസിസോ എത്തിസവും പാന്തിസവും കമ്മ്യൂണിസവും ലീഗലിസവും മോഡേണിസവും കോൺഗ്രസും BJP ആര് ഭരിച്ചാലും ഈ ഭൂമി ശരിയാകുകയില്ലെന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അതങ്ങനെ തന്നെയാ, അതിനൊരു മാറ്റവുമില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കും. എങ്ങനെ ആ ഭരണത്തിന്റെ രീതികൾ ഒരു വാക്യം വായിച്ചു, ഒത്തിരി ഉണ്ട്. 32:1 യെശയ്യാവ് ആയിരുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴും. അന്ന് ന്യായവും നീതിയൊക്കെ കിട്ടുകയുള്ളൂ, അല്ല ഒന്നും ഇവിടെ കിട്ടുകയല്ല. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ന്യായമായിട്ടൊക്കെ ചെയ്യാൻ പ്രവർത്തിക്കാനൊക്കെ പറയും. അതാരെ ഇരുന്ന് കഴിയുമ്പോൾ അത് അനിതറ പറയുന്നത് സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഭരണമാണ് യഥാർത്ഥ ഭരണം. ആ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കേണ്ടത്, വായിക്കാൻ അല്പം അമാന്തമുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് 4 മുതൽ വായിച്ചു. യെശയ്യാവ് മൈക്ക് കൂടെ വായിച്ചു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കും ഇരയായിത്തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, പിന്നെ നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യമാരുടെ തോളിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെട്ടു. അടുത്ത വാക്യം ഓടിച്ചു വായിരേ. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേൽ മേൽ വീണും ഇരിക്കുന്നു. ഇഷ്ടികൾ വീണുപോയി, എങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. അപ്പൊ താഴോട്ട് പഠിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഭരണം, ആ ഭരണത്തിന്റെ വിശേഷതകൾ താഴോട്ട് അടുക്കടുക്കായിട്ട് പറയാം. ഇനി 11-ാം അധ്യായത്തിന്റെ 4 മുതലൂടെ വായിച്ചു. അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചു. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. അന്നേരമൊക്കെ സാധുക്കളെ രക്ഷിക്കാനും പറഞ്ഞ എല്ലാവരും വരുന്നത് നടക്കുന്ന കേസല്ല.
താഴേക്കിടയിൽ നിൽക്കുന്നവരെ പൊക്ക. എത്ര കൊല്ലമായി പൊക്കാൻ തുടങ്ങിയിട്ട് ആര് പൊങ്ങി? എഗൈൻ ശങ്കരൻ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, പറ ബാവുച്ച, ഇംഗ്ലീഷ് പറയാൻ. ഒന്നുകൂടെ വാക്യം വായിച്ചേ. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ച് കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. അടുത്ത വാക്യം വായിരേ. തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. വായെന്ന വടി കൊണ്ട് ഭൂമിയെ അടിക്കും. പിന്നെ തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. പിന്നെ നീതി അവന്റെ നടുക്കെട്ടും. നീതി അവിടുത്തെ നടുക്കെട്ടാ. നീതി അവിടുത്തെ നടുക്കെട്ട. ഇവിടെ ആര് ഭരിച്ചാലും നീതിയോടെ ഭരിക്കത്തില്ല. ഭരിക്കുകയല്ല, ഭരിക്കാൻ നോക്കാം. ഇനി അഥവാ ഭരിക്കണമെന്നുണ്ടെങ്കിലും കൂടെയാൾ അനുയായികൾ സമ്മതിക്കുകയല്ല. ഒരാൾ ഭരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും പിന്നെ സമ്മതിക്കുവോ? എത്ര എണ്ണം വെട്ടിനകത്ത് വീണ്. ഇനി നീതിയോടെ ഭരിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. നീതി അവിടുത്തെ അരക്കെട്ടാ. ഇവിടെ നമുക്ക് നീതി കിട്ടത്തില്ല. എല്ലാം ഇതിന് ജോർജ് കുട്ടിയെ കാണുമ്പോ എല്ലാരും പിന്നെ അവിടുത്തെ അരക്കെട്ടാണ് നീതി. പിന്നെ അടുത്തത് ചെന്നായി കുഞ്ഞാടിനോട് പാർക്കും. അതാണ് ഭരണത്തിന്റെ വിശേഷത. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. പിന്നെ പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പിന്നെ പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. അതാ ഭരണത്തിന്റെ വിശേഷത. പിന്നെ ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഒരു ചെറിയ കുട്ടി ഇവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. എങ്ങനുണ്ട്? അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. ഒരുമിച്ച് കിടക്കും. പശുവിന്റെ കുട്ടിയും കരടിയുടെ കുട്ടിയും എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുമെന്ന. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. പിന്നെ മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. എങ്ങനുണ്ട്? പിന്നെ മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. എങ്ങനുണ്ട്? സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ കാട്ടുപാമ്പോടൊത്തുമേളിക്കും കൂട്ടികളെന്നാൽ വാട്ടമുണ്ടാകയില്ലേതുമേ. കാട്ടുപാമ്പോടൊത്തുമേളിക്കും കൂട്ടികളെന്നാൽ വാട്ടമുണ്ടാകയില്ലേതുമേ. കാട്ടുപൂലികളും ആട്ടിൻ കൂട്ടവും ഒന്നിച്ചുമേയും. കാട്ടുപൂലികളും ആട്ടിൻ കൂട്ടവും ഒന്നിച്ചുമേയും. നാട്ടിലെല്ലാം നന്മ മോദം ആദി മോദം മോദം വാഗ്ദത്തകാലം സാദരം ആനന്ദിടും മോദം ആദി മോദം മോദം വാഗ്ദത്തകാലം സാദരം ആനന്ദിടും ജാതിഭേദവാദം തീർന്നു, ജാതികൾ ഒന്നായിടുന്നു. ജാതിഭേദവാദം തീർന്നു, ജാതികൾ യൂദജാതിയും മുതിർന്നു, ജാതമോദം പാടിടുന്നു. യൂദജാതിയും മുതിർന്നു, ജാതമോദം പാടിടുന്നു. മോദം ആദി മോദം മോദം വാഗ്ദത്തകാലം സാദരം ആനന്ദിടും. അതെ, അപ്പോൾ ഇത് ഇവിടെ ശരിയായ ഭരണം യേശുക്രിസ്തുവിന്റെ ഭരണമാണ്. അതുവരെ നമുക്കറിയാം, വേദപുസ്തകം പഠിപ്പിക്കുന്ന അറിവുള്ളവർക്ക് ബോധ്യപ്പെടും, ഇരുമ്പും കളിമണ്ണും യോജിക്കാത്തതുപോലെ ഇതൊന്നും ഇനി യോജിക്കുകയല്ല. ഏത് സമയത്തും എങ്ങോട്ട് വിടത്ത് ആടും. സ്തോത്രം. ശരിയാകത്തുമില്ല. പിന്നെ ഒരു പരുവത്തിനൊക്കെ പോകുമെന്നല്ലാതെ നന്നാക്കാന്നോ ശരിയാക്കാന്നോ ഉദ്ദേശിക്കരുത്. നടക്കുന്ന കേസല്ല. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, തെസ്സലോനിക്കരുടെ 2-ാം ലേഖനത്തിലെ വിഷയം അധർമ്മമൂർത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം.
നാശയോഗ്യനും തുമ്പുകെട്ടവനും വിവരദോഷിയും ആവാട്ടെ മതി, അവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. വായിച്ചോ 2:9, 2-ാം ലേഖനം 2:9. പെട്ടെന്ന് വായിച്ചോ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ഇത് എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് 2-ാം ലേഖനത്തിലെ വിഷയം. നാശയോഗ്യൻ, അധർമ്മമൂർത്തി, എതിർ ക്രിസ്തു, വരുവാനുള്ള പ്രഭു, തുമ്പുകെട്ട ഇടയൻ. ഇങ്ങനെ സ്വഭാവത്തിന്റെ രീതി അനുസരിച്ച് ഭാഷയ്ക്കും പരിചയപ്പെടുത്തലിനും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ യാതൊരു കരുണയുള്ളവനല്ല, വിവരമുള്ളവനല്ല, യാതൊരു ബോധമുള്ളവനല്ല. തന്നെയല്ല പുസ്തകം പഠിപ്പിക്കുന്നത് 3 നിമിത്തം ഭൂമി, 4 നിമിത്തം അതിന് സഹിച്ചും കൂടുന്ന. അതെന്തൊക്കെയാ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. 3 നിമിത്തം ഭൂമി പറയ്ക്കുന്നു, 4 നിമിത്തം അതിന് വായിച്ചേ. സദൃശവാക്യം 30-ാം അധ്യായം അല്ലയോ? 30 അല്ലയോ? ഒന്ന് വായിച്ചേ. സദൃശവാക്യം 30-ാം അധ്യായത്തിന്റെ 21 മുതലല്ലേ? ഒന്ന് വായിച്ചേ. 21 അല്ലേ? അത് തന്നെ വായിച്ചു. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു. 4 നിമിത്തം അതിന് സഹിച്ചു. 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. അതിന് സഹിച്ചും കൂടാ. അപ്പൊ 3 നിമിത്തം ഇത് കിടന്ന് വിറയ്ക്കുന്നു, 4 നിമിത്തം ഇതിന് സഹിച്ചും കൂടാ. 3-ഉം 4-ഉം എന്നതാന്ന് അടുത്ത വാക്യം. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, ദോഷം തിന്ന് തൃപ്തനായാൽ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം. ഈ ഭൂമിക്ക് സഹിക്കാൻ മേല. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും, വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ, അവിടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, പിന്നെ ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഇതാണ് കാര്യം. ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. നിങ്ങൾ എന്നേക്കാൾ അറിവും പരിജ്ഞാനമുള്ള ആൾക്കാരായതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി. ഒട്ടും പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ യോഗം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. സ്തോത്രം. ദാസൻ രാജാവായ അവന്റെ നിമിത്തം. ദാസനായിരുന്നു, അവൻ രാജാവായി. എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഇവരോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഈ ഭൂമിയിൽ ശരിയായ ഭരണം യേശു ക്രിസ്തുവിന്റെ ഭരണമാണ്. സ്തോത്രം. അതിനിപ്പുറം ആര് ഭരിച്ചാലും ശരിയാകത്തില്ല എന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അതങ്ങനെ തന്നെ. സ്തോത്രം. ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ തെസ്സലോനിക്കർക്ക് 2 ലേഖനം പൗലോസ് എഴുതി. ഇത് അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. എന്തുവാ അന്ത്യകാലം? യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. കർത്താവിന്റെ മഹത്വം. ഞാൻ എപ്പോഴും പറയും, 2 ലേഖനത്തിൽ 2 പ്രത്യക്ഷത, 2 പേരുടെ പ്രത്യക്ഷത. 2 പേര്, ഒന്ന് യേശുക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതിന് തെളിവാണല്ലോ ഇപ്പം വായിച്ചത്. 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ശ്രദ്ധിക്കുക. 1-ാം ലേഖനം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായത്തിൽ പൗലോസ് അരക്കെട്ട് തെളിയിച്ചുറപ്പിച്ചു, യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്തും 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ക്രമത്താലെ ഉറക്കെ വായിച്ചു തന്നാൽ കുറച്ചുകൂടെ ഉപകാരം. 1-ന്റെ 9-ഉം 10ഉം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന്, ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വരുന്നെന്ന്, യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന പറഞ്ഞതിന്റെ അർത്ഥം യാതൊരു സന്തോഷവും പ്രതീക്ഷയില്ല.
എന്നാലും ഈ ചൂടും പിടിച്ച് കുത്തിയിരിക്കുന്നല്ലോ. യേശു വീണ്ടും വരുമെന്ന്. സ്തോത്രം. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ, പറന്നു പോവാൻ കാലം ഏറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലം ഏറ്റം അടുത്തു വരുന്നിതാ. നിൻകിരീടമാരുടെ കുത്തിടാതെ സൂക്ഷിക്ക, ജീവിത വസ്ത്രത്തെ നീ വെള്ളയായി കാക്കുക. നിൻകിരീടമാരുടെ കുത്തിടാതെ സൂക്ഷിക്ക, ജീവിത വസ്ത്രത്തെ നീ വെണ്ണയായി കാണുക. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ, പറന്നു പോവാൻ കാലം ഏറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലം ഏറ്റം. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. അതാ 1-ാം അധ്യായത്തിന്റെ 9 ഒന്നുകൂടെ വായിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരുമെന്ന്. അതാണ് നമ്മുടെ പ്രതീക്ഷ. സ്തോത്രം. ഇനി 2-ാം അധ്യായത്തിന്റെ 19 വായിച്ചാട്ട കർത്തൃദാസനെ 2:19. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ. അപ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് 2-ാം അധ്യായത്തിലും തെളിയിക്കുക. ഇനി 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത, യേശുവിന്റെ പ്രത്യക്ഷത. ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. 3:13. ഇനി 4:13 മുതൽ അറിവുള്ള വാക്യമാ വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആ ദൈവം നിദ്ര കൊണ്ടരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ. ആ 4-ാം അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവിടെയും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ 5 അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടും. 5-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട വാക്യമാ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുക. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു സമാധാനത്തിന്റെ ദൈവമാണ്. ആരുടെയും പടലി എടുത്തുകൊണ്ട് വരാൻ പറയുന്ന ദൈവമല്ല. അവനെ കുത്തി മലത്താൻ പറയുന്ന ദൈവമല്ല. അവൻ്റെ കൈ വെട്ടിക്കൊണ്ട് വാടാ എന്ന് പറയുന്ന ദൈവം അല്ല. അവൻ്റെ തല വെട്ടി പാലത്തെ വെച്ചോ ഞാനതിൽ വരുമ്പോൾ കണ്ടോളാന്ന് പറയുന്ന ദൈവമല്ല യേശു. അവൻ്റെ കുതിഞ്ഞരം നോക്കി മുറിച്ചേക്കണം, കേസ് ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയുന്ന ആളല്ല യേശു. സ്തോത്രം. അവനെ ലോറി ഇടിച്ച് കൊന്നേക്ക്, കുഴപ്പമില്ല, ജാമ്യം ഞാൻ എടുത്തോളാം, ഇടിച്ചേച്ച് നീ ഇങ്ങ് വാന്ന് പറയുന്ന ആളല്ല യേശു. യേശു കൊല്ലുന്ന ദൈവമല്ല, യേശു മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്. ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. യേശു ക്രിസ്തു ആരെയും കൊല്ലാൻ വന്നതല്ല. യേശു ക്രിസ്തു സ്തോത്രം മരിച്ചവർക്ക് ജീവൻ കൊടുത്തവനാ, മരിച്ചവരെ ഉയർപ്പിച്ചവനാ, അവിടെ നിന്ന് ഉയർത്തു ജീവിക്കുന്ന നിത്യദൈവമാ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വിശേഷത ഏതാ? ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം ഉണ്ടാകും. ആരെയും കർത്താവ് നശിപ്പിക്കുകയല്ല, ഉപദ്രവിക്കത്തില്ല, അവരെ തകർക്കത്തില്ല. വരുന്നവർക്കല്ല യേശു ആശ്വാസം കൊടുക്കും. സ്തോത്രം. എല്ലാവർക്കും ആ ഭാഗം വിവരിക്കുന്നില്ല. അപ്പോൾ ആ ഓർഡർ നിങ്ങൾ നോക്കിയേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും, ക്രിസ്തു നമ്മുടെ സമാധാനം.
യേശുക്രിസ്തുവിൽ കൂടി മാത്രം ആ സമാധാനം. മനുഷ്യ സമാധാനത്തിനും ആശ്രയത്തിനും ആശ്വാസത്തിനും ഒക്കെ പരക്കം പാഞ്ഞ് ഓടി നടക്കുക, ഒരു ഗുണവും വന്നില്ലെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ സാക്ഷാൽ സമാധാനം യേശുക്രിസ്തുവാ. ആ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ആര് വരും? അവർക്ക് ഇന്ന് രാത്രി സമാധാനമുണ്ട്. അപ്പോൾ സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഓർഡർ കണ്ടോ? നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അതാ ഓർഡർ. ആത്മാവ്, പ്രാണൻ, ദേഹം. പഠിച്ചതിൻ്റെ വിവരക്കേടാന്നോ, പറഞ്ഞ് ശീലിച്ചതിൻ്റെ പോഴത്തരമാണെന്നോ, അതോ താല്പര്യമില്ലാട്ടോ, നമ്മൾ നേരെ തലതിരിച്ചാ പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആത്മാവും പ്രാണനും ദേഹവും. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും സാക്ഷി പറയുമ്പോഴാണെങ്കിലും നേരെ തല തിരിച്ച ദേഹം ദേഹി ആത്മാവ്. ഓർഡർ തെറ്റിച്ച് കണ്ടോ? അല്ല, ഓർഡർ തെറ്റിച്ചാന്നല്ലോ. ഇതിപ്പോ തന്നെ ഓർഡർ തെറ്റിച്ചല്ലായിരുന്നോ? എത്ര ബന്ധപ്പെട്ട ഇപ്പൊ ഓർഡർ ആക്കിയത് ഇല്ലേ? മുഴുവൻ ഓർഡർ തെറ്റിച്ച. ചിലക്ക് ഈ തല ഏതാ വാൽ ഏതാന്ന് അറിയാൻ മേല, അറിയത്തില്ല. ഈ വേദപുസ്തകത്തിൽ എല്ലാത്തിനും ഓർഡറുണ്ട്. കൃപാവരങ്ങളെ പറ്റി പൗലോസ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി പറയുമ്പോൾ അവിടെ ഒരു പ്രയോഗം കൊടുത്ത്, എല്ലാം സകലതും ഉചിതമായിട്ടും ക്രമമായിട്ടും. അങ്ങനെ ഉചിതമായിട്ടും ക്രമമായിട്ടും, അങ്ങനല്ലേ? അതാ ഉചിതമായിട്ടും ക്രമമായിട്ടും. അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറഞ്ഞത്? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഇംഗ്ലീഷിൽ ഡീസൻലി ആൻഡ് ഓർഡർലി, അങ്ങനല്ലേ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, അതിലും കൺവെൻഷൻ തീരുകയല്ലേ? എല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ടും. എല്ലാത്തിനും ക്രമമുണ്ട്, അതിന് ഓർഡറുണ്ട്, ഇല്ലേ? എല്ലാത്തിനും ഓർഡറുണ്ട്. ഒരു യോഗം നടത്തിയാൽ അതിന് ഓർഡറുണ്ട്. അത് സഭായകമാണെങ്കിലും കൺവെൻഷനാണെങ്കിലും കാത്തിരിപ്പാണെങ്കിലും വീട്ടുപ്രാർത്ഥനയാണെങ്കിലും ഏതിനും അതിന് ഓർഡറുണ്ട്. നമുക്ക് ചിലയിടത്ത് എന്നാൽ ഈ വട്ടുകളി കാണുമ്പോൾ അങ്ങ് അസ്വസ്ഥത ഉണ്ടാകും. ഒരുമാതിരിപ്പെട്ടതിനെല്ലാം വട്ടാ, ഓർഡറൊന്നും ഇല്ലെന്ന്. ഈ അടുത്ത സമയത്ത് ഒരു യോഗത്തിന് പോയി. ഇറങ്ങി ഓടാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, കിടന്നങ്ങ് ബുദ്ധിമുട്ടുക. അന്നായത് അറിയാവുന്ന ഒരാളെ ഏൽപ്പിക്കണ്ടേ, അതൊട്ട് കൊടുക്കുകയില്ല, അള്ളി പിടിച്ചിരിക്കുക. എല്ലാത്തിനും അതിന് ഓർഡറുണ്ട്. കർത്താവ് അങ്ങനല്ലേ എല്ലാ ഓർഡറിൽ കൂടാ ചെയ്തത്. 5 ദിവസം കൊണ്ട് പൂജര കേജര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ആ മനുഷ്യനെ ഗാഠനിദ്ര വരുത്തി, വാരിയെല്ലാം ഊരിയെടുത്തു, ഹവ്വായെ സൃഷ്ടിച്ചു. എല്ലാം ഓർഡറില്ല. 7-ാം ദിവസം തൻ്റെ പ്രവർത്തിക്കുന്നത് സ്വസ്ഥനായിരുന്നു. എല്ലാം ഓർഡർ കണ്ടോ? എല്ലാം അങ്ങനെ. ദിവസത്തിനും 1-ാം ദിവസം 2-ാം ദിവസം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വായിക്കുന്നത്. എല്ലാത്തിൻ്റെ ഓർഡറാണ്. ഇവിടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പോൾ വേദപുസ്തകം പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവവും പ്രാധാന്യം കൊടുക്കുന്നത്, അവൻ ആത്മാവിൻ്റെ വിലയായി ഏറ്റവും വലുത്. ആത്മരക്ഷ അതാണ് ഏറ്റവും പ്രധാനം. ദേഹരക്ഷ ആവശ്യമാ, പ്രാണരക്ഷ ആവശ്യമാ. എന്നാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം ആത്മരക്ഷയാ. ആ ആത്മരക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിലോ വ്യക്തിയാണെങ്കിലും, അത് കറുത്തവനോ വെളുത്തവനോ ഇരുനിറമോ വിളറിയതോ ആരുമാകട്ടെ, കാശുള്ളവനോ കാശില്ലാത്തവനോ, പണ്ഡിതനോ പാമരനോ കുചേലനോ കുബേരനോ ദരിദ്രനോ ധനവാനോ ആരുമാകട്ടെ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട വ്യക്തിയുമായിക്കൊള്ളട്ടെ, നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്, നിന്നെ രക്ഷിക്കുന്ന യേശുവുണ്ട്, നിന്നെ ചേർത്തണയ്ക്കുന്ന യേശുവുണ്ട്, നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിവുള്ളവനുണ്ട്. അത് നസറേയനാകുന്ന യേശുക്രിസ്തു. അപ്പോൾ ആത്മരക്ഷയായ ഏറ്റവും പ്രാധാന്യം അതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആത്മാവും പ്രാണനും ദേഹവും. ആട്ടെ, വിവരിക്കുന്നില്ല. എല്ലാത്തിനും ഓർഡറാ. ഓർഡർ തെറ്റുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ആദ്യം ദേഹത്തിനാ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതാ ദേഹം ദേഹിയ ആത്മാവ്. എല്ലാവരും ദേഹത്തിനാ പ്രാധാന്യം. ഞാൻ സഹിതം എല്ലാവരും
ആത്മാവിന് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൊടുക്കുന്നെന്നൊക്കെയായി പറയുന്നത്, പക്ഷെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാകും കൊടുക്കുന്നില്ല. ദേഹത്തിനാ പ്രാധാന്യം. അധിക നേരം ഇരിക്കാൻ നോക്കുകയില്ല. സ്തോത്രം. ഉറക്കം അളയ്ക്കാൻ പറ്റത്തില്ല. ആത്മാവിനതൊന്നും വിഷയമല്ല. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. കുറഞ്ഞത് ഒരു ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എങ്കിലും ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചിരിക്കണം. വൈകിട്ട് കാപ്പി നിർബന്ധമാണ്. ചിലർ 8 മണിക്ക് മുമ്പ് വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കണം. ഇത് തെറ്റാണെന്നല്ല, ദേഹരക്ഷയ്ക്കാണ് പ്രാധാന്യം. സഭായത്തിന് അധിക നേരം ഇരിക്കാനൊക്കുകയല്ല. ഒത്തിരി യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ഉറക്കെ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാനൊന്നും ഒക്കത്തിൻ്റെ താല്പര്യമുണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞേക്കുന്ന വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയാ. കൈ അടിച്ചോണം, കണ്ടമാനം വീശി അടിക്കരുത്. ദേഹരക്ഷയ്ക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ആത്മരക്ഷയ്ക്കാ പ്രാധാന്യം. അപ്പൊ എവിടെ ഓർഡർ തെറ്റിക്കും അവിടെ എല്ലാം പ്രശ്നമാണ്. ഈ കുടുംബജീവിതത്തിന്റെ ഓർഡർ പുസ്തകത്തിലുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. വിവാഹ ശുശ്രൂഷയിലൊക്കെ ദൈവദാസന്മാർ കൂടെ പറയുന്നതാ. ഒടുവിൽ ആ ഉഭയസമ്മതം അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിറ്റ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാ. ഓർഡർ കണ്ടോ? അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, പിന്നെ ഇരുവരും. അപ്പം ഓർഡർ വിടുക, പറ്റിച്ചേരുക, ഒരു ദേഹമാകുക. ഇതാ ദൈവം വെച്ച ഓർഡർ. ആദ്യം വിടുക, പിന്നെ പറ്റിച്ചേരുക, ഒടുവിൽ ഒരു ദേഹം ആയിത്തീരുക. പാശ്ചാത്യ നാടുകളിൽ മുമ്പ് മുതലുണ്ട്, ഇപ്പൊ ഇവിടെയുണ്ട്. ആദ്യം ഒരു ദേഹമായിട്ട് നടക്കുക. ബീച്ചിൽ പോയി മറൈൻ ഡ്രൈവിലൊന്ന് ഒരു മാസം ഒന്നും അറിയാൻ മേല, എല്ലാവരും കിളിക്കൂട്ടി നിറങ്ങി വന്നതാ. അവളെ ബുള്ളറ്റെ വെച്ചോണ്ട് കൊമരകം വഴി ഒന്ന് തെളിച്ച് പറയുന്നില്ല. എന്തിനാ? ആദ്യം ഒരു ദേഹമായിട്ട് നടക്കുക, പിന്നെ രണ്ടുപേരൂടെ പറ്റിച്ചേർന്നു, ഒടുവില വിടാൻ പുള്ളി പറഞ്ഞതാ ശരി. ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവം വെച്ച ഓർഡർ ആര് തെറ്റിക്കും, എവിടെ തെറ്റും അവിടെ എല്ലാം പ്രശ്നമാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മരക്ഷയ്ക്കാ. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമാ. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവർത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, തീർത്ഥയാത്ര കൊണ്ടോ, തീർത്ഥാടനം കൊണ്ടോ, പാരമ്പര്യങ്ങൾ കൊണ്ടോ, ആമേൻ സ്തോത്രം, മാമൂലുകൾ കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആ രക്ഷിതാവിൽ സ്വീകരിക്കുന്നവരുടെ കൂട്ടമാ ദൈവസഭ. അതാ ദൈവസഭ. തർക്കമൊക്കെ നടക്കുന്ന വിഷയമാണ്. സ്തോത്രം. പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. മെത്തഡിസ്റ്റിന്റെ ചുമതലക്കാരനായിരുന്നല്ലോ നമ്മുടെ ജോൺ വെസ്ലി. അദ്ദേഹം കേട്ടതാ. ഒരു സ്വപ്നം കണ്ടു. സ്വപ്നമാ. പുള്ളി സ്വർഗത്തിൽ ചെന്നു, ജോൺ വെസ്ലി. സ്വർഗത്തിൽ ചെന്നപ്പം അദ്ദേഹത്തെ സ്വീകരിക്കാൻ സ്വർഗത്തിന്റെ വാതിലിൽ ദൂതന്മാർ നിൽക്കുക. അല്ലയോ വെസ്ലി, കേറി വാ, നിങ്ങളുടെ സീറ്റ് അവിടെ റെഡിയായി കിടക്കുന്നു. അപ്പോൾ സ്വപ്നമാ. ജോൺ വെസ്ലി വാതിൽക്കുന്നുണ്ട്. ദൂതനോട് ചോദിച്ചു, കേറ, ഒരു കാര്യം, ഞങ്ങളുടെ സഭക്കാർ വല്ലവരും ഇതിനകത്തുണ്ടോന്ന്.
അപ്പം ദൂതൻ ചോദിച്ചു, ഏത് സഭയാണെന്ന് ചോദിച്ചു. മെത്തഡിസ്റ്റ്. ആരും വന്നില്ലെന്ന്. ഞാൻ അല്പം കൂടെ ചേർത്ത് പറയാം, പെന്തിക്കോസുകാരുണ്ടോ എന്ന് ചോദിച്ചു. ഒരുത്തനും വന്നില്ലെന്ന് പറഞ്ഞു. വചനം നന്നായിട്ട് പഠിപ്പിക്കുന്ന ബ്രദറുകാർ കയറിയിട്ടുണ്ടോ? ആരുമില്ലെന്ന് പറഞ്ഞു. TPM-കാർ വല്ലവരും വന്നിട്ടുണ്ടോ? അയ്യോ, ഇവരാരും ഈ സഭക്കാരും വന്നില്ല. ഇവരൊക്കെ ആണല്ലോ കുറച്ചുകൂടെ കേരളത്തിൽ നിന്ന് ആന്നേ പറയാൻ കല്ലുമലക്കാരി എന്നോന്ന് ചോദിക്കും. കല്ലുമലയില്ല, പരിമലയില്ല, ഒരു മലയും. ദൂതം പറഞ്ഞ് ആ സഭക്കാരും ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞു. അപ്പം സ്വപ്നമാ. ജോൺ വെസ്ലി ദൂതനോട് പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി നേരെ നരകത്തിൻ്റെ അവിടെ ചെന്നു. അപ്പം നരകത്തിൻ്റെ വാതുക്കല് ആനമറത. ഞാൻ പഴയ ഭാഷ അങ്ങ് പറയുക. ആനമറത, മറതാന്ന് കേട്ടിട്ടില്ലേ? അപ്പം മറത ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് വന്ന്? നിന്റെ സീറ്റ് ഇവിടെ അല്ല, അവിടെ ആണല്ലോ. ഒരു കാര്യം അറിയാൻ വന്നതാന്ന് പറഞ്ഞു. സംശയ നിവാരണം വരുത്താൻ. മെത്തഡിസ്റ്റുകാർ വല്ലതും വന്നിട്ടുണ്ടെന്ന്. ഇപ്പോഴും 10 പേര് അങ്ങോട്ട് പോയതേ ഉള്ളെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാർ വല്ലതും അവർ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ബ്രദറുകാർ അവർ നേരത്തെ സീറ്റ് പിടിച്ചു, വരാനുള്ളവർ കൂടെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയ മനോദുഃഖമായി. തിരിച്ചു പുള്ളി സ്വർഗത്തിൽ വന്ന് ചോദിച്ചു, അയ്യോ, അകത്ത് ഹല്ലേലൂയായും സ്തോത്രവും, കൂടുതൽ ഹല്ലേലൂയായ കേൾക്കുന്ന, ഹല്ലേലൂയായും സ്തുതിയും, കുഞ്ഞാടി നീ യോഗ്യൻ, അറക്കപ്പെട്ടെന്നൊക്കെ ശബ്ദം കേൾക്കുന്ന അതാരാ? ശബ്ദം ഉണ്ടല്ലോ, ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലോ. അപ്പം ദൂതൻ പറഞ്ഞു, അതേ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. മനസ്സിലായോ? നീ പറഞ്ഞ സഭക്കാരും ഇവിടെ വന്നിട്ടില്ല. എന്നാൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ടത്, പാപങ്ങളെ ഉപേക്ഷിച്ച് റോമാലേഖനം 10:9 വ്യവസ്ഥ പ്രകാരം യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാണ് അകത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ ആ അനുഭവം ആര് പ്രാപിക്കും? അവർ നിത്യതയിൽ കാണും. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, ദൈവത്തിന്റെ മഹത്വം. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഓടിച്ചു പോകാം. 1-ാം അധ്യായത്തിൽ പറയുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചെന്ന് വായിച്ച് 1:9. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ചോദ്യമാണ്, എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എങ്ങനെയാ വന്നെന്നാ ചോദിച്ചതിന്റെ വേറൊരു അർത്ഥം. നിങ്ങൾക്കറിയാം, പൗലോസിന്റെ മിഷനറി യാത്രയിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും രൂക്ഷമായി. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ അവര് അവിടുന്ന് യാത്ര ചെയ്തപ്പോൾ മക്കതോന്യക്കാരൻ പുരുഷൻ നിലവിളിക്കുന്ന ദർശനം കണ്ടു. അങ്ങനെ മക്കതോന്യയുടെ ഒരു ഭാഗത്തെത്തി പുഴവക്കത്ത് സ്ത്രീകൾ നിൽക്കുന്ന കൂട്ടമായിട്ട് നിൽക്കുന്ന പൗലോസ് സുവിശേഷം അറിയിച്ചു. രക്താംബരം വിൽക്കുന്നവളായ ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. അവിടെ ഹൃദയം കർത്താവ് തുറന്നപ്പോൾ അവൾ വീട് തുറന്നു. ദൈവദാസന്മാരെ വീട്ടിൽ ചേർത്ത് പ്രവർത്തനം ആരംഭിച്ചു. സുവിശേഷ പ്രവർത്തനം ശക്തമായി. അങ്ങനെ ഇരിക്കുമ്പോൾ വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീ ഇവരെ നോക്കി ദൈവദാസൻ എന്നൊക്കെ പറഞ്ഞു. പൗലോസ് മുഷിഞ്ഞു നോക്കി. ആ സ്ത്രീയുടെ ഭൂതം വിട്ടുപോയി, ഗുണമായി. തങ്ങളുടെ ലാഭം പോയെന്ന് യജമാനന്മാർ കണ്ടപ്പോൾ അഭിഷിക്തന്മാരെ പിടിച്ചടിച്ച് ഉപദ്രവിച്ച് കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിലിട്ടു. അവര് ക്ഷീണിച്ചില്ല. അർദ്ധരാത്രിയിലും പാടി പ്രാർത്ഥിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് രാത്രി കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. അതിനുശേഷം ഇവര് യാത്ര ചെയ്ത് ഇവര് അംബിപ്പൊലീസിൽ കൂടെ സഞ്ചരിച്ച് തെസ്സലോനിക്കയിൽ വന്നു. ഇനി 17-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചു.
അപ്പോസ്തല പ്രവൃത്തി അത് തന്നെ. വായിച്ചു. അവർ അഫിപ്പൊലോസിലും അവരെ അംഫിപ്പൊലീസിലും അപ്പൊലോനിയിലും കപ്പദോനിയിലും കൂടെ സഞ്ചരിച്ച് തെസലോനിക്കയിലെത്തി. 1-ാം അധ്യായത്തിന്റെ 9 ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ച വിധമായത്. അങ്ങനെ തെസലോനിക്കയിലെത്തി. അടുത്തത് അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി കണ്ടു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അതാ തിരുവെഴുത്തുകളാണ് നമ്മുടെ അടിസ്ഥാനം. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം, ആര് വന്നാലും ആര് പറഞ്ഞാലും തിരുവെഴുത്തിൽ പറയാത്തത് അംഗീകരിക്കരുത്. തിരുവെഴുത്തിൽ രേഖപ്പെടുത്താത്തതിന് ഓളമിട്ട് കൊടുക്കരുത്. തിരുവെഴുത്ത് അനുശാസിക്കാത്ത ഒന്നിനും യോജിക്കരുത്. അത് ഞാൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അങ്ങനെയാണല്ലോ പൗലോസ് പറഞ്ഞ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഇനി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ, നിങ്ങൾ അതിന് വഴിപ്പെട്ടു പോകരുത്. നമ്മുടെ അടിസ്ഥാനവും ആധാരവും തിരുവെഴുത്താണ്. അപ്പൊ തിരുവെഴുത്തുകളെ ആധാരമാക്കി 3 ശബ്ദത്തിൽ തിരുവചനം സംസാരിച്ചു. അടുത്തത് ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും യേശു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു രക്ഷിക്കുന്ന യേശു, പാപം മോചിക്കുന്ന യേശു, രോഗം സൗഖ്യമാക്കുന്ന യേശു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന യേശു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന യേശു, മുടന്തരെ നടത്തുമാറാക്കുന്ന യേശു, സകല ദീനങ്ങളെ പൊറുപ്പിക്കുന്ന യേശു, നിന്റെ പാപത്തെ പരിഹരിക്കുന്ന യേശു, നിനക്ക് സമാധാനം തരുന്ന യേശു, നമുക്ക് വേണ്ടി മരിച്ച യേശു, നമുക്ക് വേണ്ടി ഉയർത്ത യേശു, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പച്ചവാരം ചെയ്യുന്ന യേശു, ഇനി എത്രയും അല്പകാലം കഴിച്ചിട്ട് നമ്മെ ചേർക്കാൻ വരുന്ന യേശു. അല്ല, ഈ യേശുവിനെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഇങ്ങനെയാണ് തെസലോനിക്കയിൽ സഭയുണ്ടായത്. 1-ാം അധ്യായത്തിന്റെ 9 പൗലോസ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ചെന്ന് ഈ വിധത്തിലാ സാധിച്ചു. 3 ശബ്ദത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ഈ ആൾക്കാരെല്ലാം ഈ കൃപയിൽ വന്നു. വരാൻ കാര്യമെന്നാ? തിരുവെഴുത്തിനെ ആധാരമാക്കിയാ ശുശ്രൂഷിച്ചത്. അല്ല അമ്മുമ്മ കഥയും കഴിവിക്കഥയും ഉമ്മാക്കി കഥയും കെട്ടുകഥയും പാരമ്പര്യവും മാമൂലും ഹാമൻ സ്വതന്ത്രമൊന്നും പറഞ്ഞാലൊന്നും ജനം രക്ഷപ്പെടുകയല്ല. വചനമാണ് നമ്മുടെ അടിസ്ഥാനം. അപ്പൊ തിരുവെഴുത്തിനെ ആധാരമാക്കി തിരുവചനം സംസാരിച്ചു. യവനന്മാര് വലിയ കൂട്ടവും മാന്യ സ്ത്രീകളും യഹൂദന്മാര് പലരുമൊക്കെ രക്ഷയിൽ വന്ന് ഈ കൃപയിൽ വന്ന് അങ്ങനെ തെസലോനിക്കയിൽ സഭ ഓടിച്ചു പോകാൻ. തെസലോനിക്ക സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. എന്തുവാ ഈ സഭയുടെ ക്വാളിറ്റി? ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. 8-ാം വാക്യം 1:8. ഇനി ചടികടാന്ന് വായിച്ചോണം, സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പോവുക. അങ്ങനെ നിങ്ങൾ മക്കതോനിയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം ഒഴുങ്ങിച്ചെന്നത് 8-ാം വാക്യമല്ലേ? നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം ഒഴുങ്ങിച്ചെന്നത് മക്കതോനിയിലും അഖായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം. എല്ലായിടത്തും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം. അപ്പൊ ഇവരുടെ ക്വാളിറ്റി ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. തെസലോനിക്ക വിശ്വാസികളുടെ വിശ്വാസം ഒന്ന് വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. 1:7 ഒന്നുകൂടെ വായിരേ. അങ്ങനെ നിങ്ങൾ മക്കതോനിയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. 2, ഇവര് മാതൃകാ വിശ്വാസി. ശ്രദ്ധിക്കണം. 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. എന്തുവാ ഇവരുടെ മാതൃക? ഒത്തിരി കാര്യമുണ്ട്. 2 കാര്യം പറയാം, അതേ ഒക്കുള്ളൂ. 2 കാര്യം. അതിൽ ഒരു മാതൃക, ഇവര് കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. 6-ാം വാക്യം 6. അടുപ്പിച്ച് വായിച്ചു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. അതാ ഒരു മാതൃക. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരും പലവിധ കഷ്ടങ്ങളിൽ കൂടി പോകുന്നവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോകുന്നവരും ഒരുപക്ഷെ ഇതിനകത്ത് കാണാം. പഴമക്കാരൊരു പഴഞ്ചൊല്ലി പറയും, ആനയ്ക്ക് തടിഭാരം എറുമ്പിന്
അരിഭാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാ, ഇല്ലേ ബാബുച്ച? ഉണ്ട്. സാമിന് പ്രശ്നമൊന്നുമില്ലേ? ഈ കൊച്ചിനും പ്രശ്നം കാണും. നിനക്ക് പ്രശ്നം ഇല്ലയോ? ഒക്കെ ഉണ്ട്. അവിടെ വന്നപ്പോൾ മുതൽ പ്രശ്നമാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടങ്ങളുണ്ട്, മറ്റൊരു പ്രശ്നമുണ്ട്. പക്ഷേ തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷത എന്നാണെന്നറിയാമോ? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. അങ്ങനെ കൈക്കൊള്ളുന്നവരെ ദൈവം കൈവിടുകയില്ല. അങ്ങനെ കൈക്കൊള്ളുന്നവർക്ക് വിടുതലുണ്ട്. ഇത് അതിവേഗത്തിലോടുന്ന വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലയിലേക്ക് ശുദ്ധി ചെയ്ത വചനമാ. ഇത് തേനിലും തേൻകട്ടകിലും മധുരമുള്ള വചനമാ. ഇത് കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാ. ഇന്ന് രാത്രി സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടാൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഈ വചനം വിടുതലായി തീരും. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരുടെ ക്വാളിറ്റി: ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ആ മാതൃകയാ എല്ലാം പറയാൻ നേരമില്ല. രണ്ട് മാതൃകയാ. ഒന്ന്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഇവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ചിലരുടെ ആ നോട്ടോ ഇരിപ്പും കണ്ടാൽ നമ്മൾ കുറിച്ചു വെച്ച വാക്യവും കൂടെ. ഒന്നാതെ എനിക്കും നിങ്ങളിൽ പലർക്കും ഒരു ഷെയ്പ്പില്ല, ഇല്ല. പിന്നെ മോന്തയും കൂടി ഇങ്ങനെ വെച്ചാൽ നല്ല സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണ്ടേ. ഇത് തേനിലും തേൻകട്ടകിലും മധുരമുള്ള വചനമല്ലേ? സ്തോത്രം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീങ്ങും, നിൻമധുരാമൃത വചനം ഭിന്നതയാകവെ പോകും. നിൻമധുരാമൃത വചനം ഭിന്നതയാകവെ മഹിമയഴും പരമേശ, മഹിമം യേശു മഹേശ, മഹിമയഴും. അതെ, അപ്പോൾ ദൈവത്തിന്റെ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളണം. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളുടെ ക്വാളിറ്റി: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതാ ഒരു മാതൃക. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്കറിയാം തെസ്സലോനിക്ക സഭയുടെ വിശേഷതയാ. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ആ മാതൃക രണ്ട് കാര്യമായി എടുത്തു പറയുന്നത്: ഒന്ന്, ഇവരുടെ മാതൃക ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. രണ്ടാമത്തെ മാതൃക, എൻ്റെ ഭാഷയിലാ പറയുന്നത്, വാക്യത്തെ അടിസ്ഥാനമാക്കിയ രണ്ടാമത്തെ ഇവരുടെ മാതൃക, ഇവര് വേർപാട് പാലിച്ച വിശ്വാസികൾ. വേർപാട്. 9ഉം 10ഉം വാക്യം ഒന്നുകൂടെ വായിച്ചേ അഭിഷിത്തനെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അടുത്ത പദം: നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന്. മതി. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിഗ്രഹങ്ങളെ വിട്ടു. അപ്പോൾ ഈ വാക്യം ഞാൻ എടുത്തിങ്ങനെ പറഞ്ഞത്, ഇവര് വേർപാട് പാലിച്ചവരാ. ഇവരുടെ മാതൃക. നീ ചുമ്മാ ഉള്ളിയും ചാടിയും തമ്പേറ് തല്ലി പൊട്ടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. വേർപാട് പാലിക്കണം. വേണ്ടേ? ഇതിനകത്ത് കൂടപ്പെട്ടത് കൂടുതലും സിംഹമാകവും ബെന്തിക്കോസുകാരാന്നല്ലോ. നിങ്ങളോടാ പറയാം. എനിക്കൊന്ന് ഓൺലൈനിലും 100 പേര് കാണും, ഇല്ലയോ? 100 ഇല്ലേ? 300 ഇരിക്കട്ടെ, 300-നോടും കൂടാ.
കർക്കശമായി വേർപാട് പാലിക്കണം. മനസ്സിലായോ? അതാണ് നമ്മുടെ മാതൃക. ആ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവർ വിഗ്രഹങ്ങളെ വിട്ടു എന്ന് പറഞ്ഞാൽ ഈ കൃപയിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുൻപ് പലതിനെയും സേവിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും അനുഗമിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്തവരാ. അത് അറിയായ്മയുടെ കാലത്താ. അറിയായ്മയുടെ കാലം. ആ കാലത്തിന് പുസ്തകം കൊടുത്തിരിക്കുന്ന പദം മുൻകാലം എന്ന, പഴയ കാലം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഒന്ന് രണ്ട് വാക്യം വായിച്ചോ. നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന് അറിഞ്ഞു വെച്ച് പോട്ടെ, സമയമില്ലേലും. നേരത്തെ എങ്ങനെ ആയിരുന്നെന്നാ? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്, എഫീസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2, എഫേസ്യർ 3-ന്റെ 5 മുതൽ താഴോട്ട്, തീത്തോസിന്റെ ലേഖനം 3-ന്റെ 3, പത്രോസിന്റെ 1-ാം ലേഖനം 4-ന്റെ 2 മുതൽ താഴോട്ട്. ഇത്രമാതിരി ഞാൻ പിന്നെ ബാക്കി പറയാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാ, ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. ഒരു കാലത്ത് സത്യദൈവം ഏതാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. അറിയായിരുന്നോ? ഇല്ല. നമ്മളെക്കാൾ അല്പം ശക്തിയും ചില കഴിവുള്ളതെല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇതിലെല്ലാം നടന്നവരാ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ പോയ പറഞ്ഞു, അവിടെ ചെല്ലാൻ പറഞ്ഞു. സത്യദൈവമേതാ, നിത്യദൈവമേതാ, ഏകദൈവമേതാ, സാക്ഷാൽ ദൈവമേതാന്ന് അറിയത്തില്ല. അറിയായ്മയുടെ കാലം. അതാണ് ഇവിടെ പൗലോസ് ക്ലിയറായി പറഞ്ഞു. എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട്. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ഒത്തിരി കക്ഷികൾ ഇപ്പോഴും ഉണ്ട്. ദൈവം കളിച്ച് നടക്കുക. സ്തോത്രം. ദൈവം കളിക്കുന്നവര് കുറഞ്ഞ പക്ഷം ദൈവം സർവജ്ഞാനിയാ. ദൈവത്തിന് എന്തിനാ പരിഭാഷയ്ക്ക് ആള്? സായിപ്പ് ദുരിതാന്ന് ചോദിക്കുമ്പോൾ ദൈവം കണ്ണും തള്ളി നിൽക്കുക. വെയിറ്റ് ചെയ്യാൻ ആള് വരട്ടെന്ന്. അതാണോ ദൈവം? ദൈവം എന്ത് ചെയ്യേ? ദൈവം ഇപ്പം യാത്രയല്ല, പരിധിക്ക് പുറത്താണ്, വിളിക്കുമ്പോഴല്ല. അതാണോ ദൈവം? വിളിച്ചപ്പോഴെല്ലാം ദൈവം. പരിധിക്ക് പുറത്തുള്ളൊരു ദൈവം വേണ്ട. സ്തോത്രം. അവിടുന്ന് സർവജ്ഞാനിയാ, സർവശക്തനാ, സർവവ്യാപിയാ. ഇന്ന് രാത്രിയും അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്തത് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കാൻ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രമായ ആരുപാടുകളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുന്നെന്ന്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ദൈവമക്കൾ വേർപാട് പാലിക്കണം. അറിയായ്മയുടെ കാലത്ത് പല കാര്യത്തിനും ഓടി പോയി, ചെയ്തു, പ്രവർത്തിച്ചു, കൂടി. ഇനി അത് പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പെന്തിക്കോസുകാരോടാ പറഞ്ഞ് വേർപാട് പാലിച്ചോണം. നീ ഉമ്മാ കൊടിയും പിടിച്ചതിലെല്ലാം നടക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? റോഡ് പോകുമ്പോ പാസ്റ്റർമാര് വരാ, നിനക്ക് ആര് ഗുണം വരുത്തുമെന്ന് പറഞ്ഞ്. എടാ, നിനക്ക് വല്ല ഗുണവും വരുത്തുന്നത് ദൈവം തമ്പുരാനാ. ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കരുത്. സ്തോത്രം. ദൈവം മാത്രമാണ് നിനക്ക് ഗുണം വരുത്തുന്നത്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു നമ്മുടെ കൂടെ ഉള്ളൊരു തള്ളയാ, സെറ്റ് സാരിയൊക്കെ കൊടുത്തോണ്ട് ചങ്ങനാശ്ശേരി ടൗണിൽ കൂടെ. ആ തള്ളയുടെ ഭർത്താവ് ഒരു പാസ്റ്ററാ. അയാൾ ലോറിയെ കയറി നിൽക്കുന്ന ഒരു സാധനം പിടിച്ചോണ്ട്. എന്നാന്നൊന്നും ഇപ്പൊ പൊതുവി പറയാനൊക്കത്തില്ല.
എന്നെ ചെയ്യാം പാട്ടിനെയൊക്കെ. ബാല് ദൈവമാണെങ്കിൽ അവനെ സേവിക്കേ, യഹോവ ദൈവമാണെങ്കിൽ യഹോവയെ സേവിക്കേ. നീ എന്തിനാ ഇരുതോണിയിൽ കാലി വെക്കുന്നത്? ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം, അവിടെ അല്പം ഇവിടെ അല്പം, അത് പാടില്ല. യഹോവയെ തന്നെ ഭജിക്കണം. ദൈവമക്കൾ വേർപാട് പാലിക്കണമെന്ന് വേണ്ടേ? ഇത് ചണ്ടപ്പുറത്ത് ഓലുന്നതെല്ലാം പോവുക. അവിടെ ഞായറാഴ്ച ക്ഷീണിച്ച് പദം വന്നാ ഇങ്ങോട്ട് വരുന്നത്. സ്തോത്രം പറയാനും മേലെ ആ ഇരിപ്പും കണ്ടാൽ നമുക്ക് സങ്കടവും വരും. വേർപാട് പാലിക്കണം. ഞാനൊന്നും അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ ക്വാളിറ്റി, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. എന്തുവാ ഇവരുടെ മാതൃക? രണ്ട് കാര്യം. ഒന്ന്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് വചനം കൈക്കൊണ്ടു. രണ്ടാമത്തെ മാതൃക, ഇവർ കർക്കശമായി വേർപാട് പാലിച്ചു. എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരോട് ഞാൻ പറയാ, നീ വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കണം. നാടോടുമ്പം നടുവേ ഓടരുത്. അവന് കർക്കശമായ വേർപാട് പാലിക്കണം. അത് സംസാരത്തിൽ, ഭക്ഷണത്തിൽ, ജീവിതത്തിൽ, യാത്രയില്, ഉടുപ്പിലും, നടപ്പിലും, ആരാധനയിലും, സകലത്തിലും. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഇപ്പൊ അതിന് സമയം അനുവദിക്കുന്നുള്ളൂ. ഒരു കാര്യം പറയാം. ദൈവഹിതമെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഒരു കാര്യം പറഞ്ഞ് നിർത്താം, അല്ലേ പിന്നെ അത് ഒക്കുകയല്ലോ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. തെസ്സലോനിക്കരോടാ പറയുന്നേ. നമ്മൾ ഈ പെന്തിക്കോസുകാര് ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം പ്രാർത്ഥിച്ച് ദൈവഹിതമാക്കി കളയും. അതിന് നമ്മളെ പോലെ കഴിവുള്ളവര് അവിടത്തേക്ക് ഇഷ്ടമല്ല, എന്നാലും നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് പുള്ളിയെ തിരിച്ച് നമ്മൾ വരുത്തും. ഒന്നിരിക്കും, ഏക്കുന്നില്ലേ മൂന്നിരിക്കും, മൂന്ന് കൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ 7 ഇരിക്കും, 7 കൊണ്ട് ഏക്കുന്നില്ലെങ്കിൽ 21 ഇരിക്കും, 21 കൊണ്ടും വലിക്കുന്നെങ്കിൽ വെള്ളം കുടിക്കാതെ ഇരിക്കും. ചെല്ലു പറയും, ഞാൻ എഴുന്നേക്കണമെങ്കിൽ ഇതിന് ഒടുവിൽ ദൈവം അങ്ങ് ചെയ്തു കൊടുക്കും. കാരണം കഞ്ഞിയും വെള്ളം കുടിക്കാതെ അങ്ങനെ തൊലഞ്ഞു പോയെങ്കിൽ ദൈവനാമം കൂടെ ദൂഷിക്കുകയല്ലേ പാട്ട് കേസൊക്കെ. അപ്പൊ ഇത് കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നോ, ഞാൻ ഇരുന്നു. ഇത് കേൾക്കുമ്പോൾ അടുത്ത പുള്ളിക്ക് ഇളക്കം കയറും. അങ്ങനെയാണല്ലോ ഇളക്കം ഉണ്ടാകുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. പുതിയ നിയമത്തിലെ ഉപദേശപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ എന്നാണെന്നറിയാമോ? അവിടുത്തെ ഹിതമുണ്ടെങ്കിൽ, അവിടുത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ഈ ചിലര് സാക്ഷ്യം പറയാനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന കാര്യം പ്രാർത്ഥിച്ചു, ദൈവം ചെയ്തു. ഇന്നത് ചോദിച്ചു, ദൈവം തന്നു. ഇന്ന വിഷയം പ്രാർത്ഥിച്ചു, ദൈവം ചെയ്തു. വണ്ടി, കാറ്, വീട്, ജോലി, വസ്തു, യാത്ര, അതിലെല്ലാം ഞാൻ ചോദിച്ചതിനെല്ലാം എൻ്റെ ദൈവം എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളമാണ്. എനിക്കാ ചെല്ലു പറയത്തില്ലേ, ഞാൻ വീടിന്റെ പ്ലാൻ വരച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു, സൂക്ഷം ദൈവം തന്നു. ഇന്ന വണ്ടി, ദൈവം തന്നു, വിക്ടറി. ഇന്ന ജോലി, സാലറി. പെടല് കിട്ടി കുടയുന്നതാ കുറച്ചുകൂടെ കാട്ടി. ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ എതിർക്കുകയല്ല, അല്ല, അവര് പറയുന്ന സത്യവുമാ. അവര് ചോദിച്ചതും പ്രാർത്ഥിച്ചതും ഉന്നം വെച്ചതും ഉദ്ദേശിച്ചതെല്ലാം കിട്ടി. ഒടുവിൽ അവര് പറയും, ഞാൻ ചോദിച്ചതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നു. കറക്റ്റാ. പക്ഷേ എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം, നിങ്ങൾ ചോദിക്കുന്നില്ലെന്നേ ഉള്ളു. മുഖം കാണുമ്പോൾ എനിക്കറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി തരുമ്പോൾ തനിക്ക് എന്നാ ഇത്ര വെപ്രാളമെന്ന്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലെന്നേ ഉള്ളു, മുഖം നോക്കുമ്പോൾ എനിക്കറിയാം. വേറെ വിഷയമാണ്. ഞാൻ ഈ വിഷയം പറയുമ്പോൾ വേറെ വിഷയം എന്തിനാ? പ്രാർത്ഥിച്ചോ, ഞാൻ നിർത്തിക്കഴിഞ്ഞേ പ്രാർത്ഥിക്കാവൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ചോദിച്ചതിനെല്ലാം ദൈവം എനിക്ക് മറുപടി നൽകി.
ഇന്ന വിഷയം പ്രാർത്ഥിച്ചു, ദൈവം തന്നു. ഇന്ന കാര്യം ചോദിച്ചു, ദൈവം തന്നു. ഞങ്ങൾ ചോദിച്ച വിഷയത്തിലെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി. ഇങ്ങനെയുള്ള സാക്ഷ്യം കേൾക്കുമ്പം എനിക്ക് വെപ്രാളമാണ്. അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി തരുമ്പോൾ തനിക്ക് എന്നാ ഇത്ര ചോദിക്കുന്നില്ലെങ്കിലും അകത്ത് ചോദ്യം ഉദിച്ചു. എൻ്റെ മറുപടി, എനിക്ക് നിങ്ങളോടോ ദൈവത്തോടോ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടിയതിന് അസൂയ കൊണ്ടുമല്ല. എനിക്ക് വെപ്രാളം വരാൻ കാര്യം വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നു. അതാ എനിക്ക് വെപ്രാളം. ഇപ്പം വീണ്ടും നിങ്ങൾക്കൊരു ചോദ്യം, ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം പറഞ്ഞോ ബോലോ. ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ. നിങ്ങൾക്കും വെപ്രാളമുണ്ടോ? കേൾക്കാത്ത കൊണ്ട് വെപ്രാളം. കേൾക്കാത്ത കൊണ്ട് വെപ്രാളം. നിങ്ങളുടെ വെപ്രാളം മാറ്റാം, ഇപ്പം മാറ്റാം. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി. പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ദൈവം നീക്കുപോക്ക് നൽകി. എഴുന്നേറ്റ് ഞായറാഴ്ചയോ കൺവെൻഷൻ വേദികളിലോ അവസരം കിട്ടുമ്പം പലരും സാക്ഷിക്ക് ഞാൻ എതിർക്കുകയല്ല. അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം എനിക്ക് വെപ്രാളമാണ്. അതെന്നാ വെപ്രാളം? വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളം. ഒന്ന് ശക്തമായിട്ട് വായിച്ചു തരണം ആ വാക്യം, എന്നെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം. ഇനി തന്നെ ഞാൻ ബൈബിൾ ഇങ്ങോട്ട് താ, ഞാൻ പറയുന്നത് പോലെ വായിച്ചു തരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. എഴുന്നേറ്റ് പോകരുത്. ഇപ്പൊ പറയാ എനിക്ക് വെപ്രാളം വരാനുള്ള കാര്യം ഞാൻ പറയുമ്പോൾ വായിച്ചു തരണം. ഈ 15ാമത്തെ വാക്യം ആദ്യം, അതിൻ്റെ ആരംഭ ഭാഗം വായിക്കണം. 15 ഉറക്കെ വായിക്കണം, മൈക്ക് ചേർത്ത് പിടിച്ച് വായിക്കണം. എനിക്ക് വെപ്രാളം വരാൻ വാക്യം വായിരും. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തിക്കേ, ഞാൻ പറയാൻ പോലെ വായിക്കണം. എല്ലാരും എന്നെ നോക്ക്. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അതാണ് നമ്മുടെ സാക്ഷ്യം. ചോദിച്ചത് ഇന്ന വണ്ടി, ഇന്ന വീട്, ഇന്ന വസ്തു, ഇന്ന ജോലി, ഇന്ന സാലറി, ഇന്ന രാജ്യത്ത് പോകണമെന്ന് പ്രാർത്ഥിച്ചു, കിട്ടി, ലഭിച്ചു, സാക്ഷ്യം പ്രസ്താവിച്ചു. ഉപദേശം ഞാനാണ് പറയുന്നത്, നമ്മുടെ സഹോദരന് ദൈവം കൊടുത്ത നന്മയ്ക്കായി എല്ലാവരും ചേർന്നൊരു ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഉപദേശക്കാരും പാട്ടുകാരും ചിലരൊക്കെ പറഞ്ഞ ഒരു നല്ല ഹല്ലേലൂയ. ഏതാടാ ചീത്ത ഹല്ലേലൂയ? ഹല്ലേലൂയ മുഴുവൻ നല്ലതാ. ഊളത്തരമെല്ലാം വിളിച്ചു പറയും ഒരു നല്ല ഹല്ലേലൂയ. അപ്പൊ കൊള്ളുകാലത്തെ ഹല്ലേലൂയ ആ സൈഡിലെങ്ങാണ്ട് ഉദ്ദേശിച്ചത് ഉറക്ക ഹല്ലേലൂയ പറയാനാ. അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ. വിഷയം വിട്ടേക്കാം. ഇനി അത് പറഞ്ഞൊരു അലോക്യം പിന്നെ ഉണ്ടാകണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി, വിടുതൽ നൽകി, രക്ഷ നൽകി, നന്മ നൽകി. ഹല്ലേലൂയ പറഞ്ഞ് എല്ലാവരും ചേർന്ന് പറയാം. അപ്പൊ ഇവിടെ വായിച്ചതാ, അവരപേക്ഷിച്ചത്. ഒന്നുകൂടെ ഉറക്കെ സ്ഫുടമായിട്ട് വായിക്ക്, കേക്കട്ടെ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തിക്കേ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. വിടുതലിന്റെ സാക്ഷ്യമാ. പക്ഷെ എനിക്ക് വെപ്രാളം വരാൻ കാര്യം എന്നാന്നറിയാമോ? അടുത്ത വാക്യം കൂടെ വായിര്. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അതാ എനിക്ക് വെപ്രാളം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ചേർത്ത് വായിച്ചോണം. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചെന്ന്. എന്നെ കേൾക്കുന്ന ആദരണീയ കർത്തദാസന്മാരോടും ബഹുമാന്യ ദൈവമക്കളോടും ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നീ പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും, നീ എഴുതിച്ച് വെച്ച വിഷയത്തിനെല്ലാം വിടുതൽ കിട്ടിയില്ലെങ്കിലും, നീ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. ഹല്ലേലൂയ. നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കടന്നു പറയാ, ദൈവത്തിന് മഹത്വം. വേണമെങ്കിൽ ഇങ്ങനൊന്ന് ഇവര് ചോദിച്ചതിനെല്ലാം വിടുതൽ കിട്ടിയെന്ന്, മറുപടിയും കിട്ടി, സാക്ഷ്യവും പറഞ്ഞു. പക്ഷെ അടുത്ത വാക്യം, വിഷയത്തിനെല്ലാം വിടുതൽ കിട്ടി, പക്ഷെ പ്രാണൻ ക്ഷയിച്ചു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ചോദിച്ച വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. വേണമെങ്കിൽ അവസരം കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ പ്രാണന് ക്ഷയമുള്ളതൊന്നും എനിക്ക് വേണ്ട.
എൻ്റെ പ്രാണന് കോട്ടം തട്ടുന്നതൊന്നും എനിക്ക് വേണ്ട. സ്തോത്രം സ്തോത്രം. ഒന്നുകൂടെ ഞാൻ അങ്ങ് പറയാ, എൻ്റെ ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഒന്നുകൂടെ തെളിച്ച് പറയാ, എൻ്റെ ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കും എൻ്റെ ആത്മീക നിലവാരങ്ങൾക്കും കൂട്ടായ്മയ്ക്കും കൂടിവരവിനും ആത്മീക വിഷയങ്ങൾക്ക് ഭംഗമുണ്ടാക്കുന്ന, ഹാനി വരുത്തുന്ന, ലംഘനമുണ്ടാക്കുന്ന, കെടുതി വരുത്തുന്ന ഒന്നും എനിക്ക് വേണ്ട. ഈ കൺവെൻഷനിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മടങ്ങിപ്പോകൂ. അത് കാറാകട്ടെ, വീടാകട്ടെ, വണ്ടിയാകട്ടെ, ജോലിയാകട്ടെ, സാലറി ആകട്ടെ, ഈ കുടുംബമാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോടൊരു കാര്യം പറയാ, ഒരു തീരുമാനത്തോടെ മടങ്ങിപ്പോക്. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാണന് ഹാനി വരുത്തുന്ന, എൻ്റെ പ്രാണന് ഭംഗമുണ്ടാക്കുന്ന, എൻ്റെ ആത്മികത്തിന് ദോഷം വരുത്തുന്ന ഒരു വിഷയവും എനിക്ക് വേണ്ട. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ആട്ടെ, 9:30 ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉന്നം വെച്ചാ വന്നത്. മതി, ഗുണമാകാനാന്നേ. ഒരു കാര്യം പറഞ്ഞങ്ങ് വിടാം. ഞാനും നിങ്ങളും സമ്പൂർണ്ണ ദൈവഹിതത്തിനായി സമർപ്പിക്കുമ്പോൾ എല്ലാവരും ഒരുപക്ഷെ നമുക്ക് പ്രതികൂലമാകും. ഭർത്താവ് പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിക്കുക, ചിലപ്പോൾ ഭാര്യ എതിരായി വരും. ഭാര്യ പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, ചിലപ്പോൾ ഭർത്താവ് എതിരായി വരും. മാതാപിതാക്കൾ പൂർണ്ണമായി ദൈവഹിതത്തിന് ഏൽപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ചിലയിടത്ത് മക്കൾ പ്രതികൂലമായി വരാം. ചില സഭയിൽ വിശ്വാസി പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് സമർപ്പിച്ചാ ജീവിക്കുന്ന ഉപദേശി എതിരാകും. കൊള്ളാം, സങ്കീർത്തനം എടുത്ത് നിന്നെ എടുത്ത് അലക്കുക. ഇനി ഉപദേശി പൂർണ്ണ ദൈവഹിതത്തിനായി സമർപ്പിച്ചാൽ വിശ്വാസികൾ ചിലപ്പോൾ എതിരായിട്ട് വരും. അങ്ങനെ പ്രതികൂലവും എതിര് വരുമ്പം ധൈര്യത്തിനോടൊരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. അറിവുള്ള കാര്യമാണ്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ക്രൂശീകരണത്തിന് ഏൽപ്പിക്കുക. അന്ത്യത്താഴം കഴിഞ്ഞ് നമ്മുടെ കർത്താവ് കിദ്രോൻ തോട് കടന്ന് ഒലൂമലെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാര് മാറിയിരിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി വീണു. അവിടെ ഒരു പദമുണ്ട്, പ്രാണവേദനയിലായി. അങ്ങനല്ലേ? പ്രാണവേദന ഗദസമനെ വെച്ച്. അതാ കേൾക്കുന്നു ഞാൻ ഗദസമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമതേ. പാപിയെനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ അതാ കേൾക്കുന്നു ഞാൻ ഗദസമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം. അപ്പോൾ പ്രാണവേദനയായി വരുവാനുള്ള പങ്കപ്പാടുകളും പീഡകളും ഒക്കെ കണ്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവിടെ നിന്ന് തിരുവായി മൊഴിഞ്ഞ് നമുക്കറിയാം, ഇടയ്ക്ക് പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ ഭാരപാത്രം എങ്കിൽ നിന്ന് നീക്കാൻ. പറഞ്ഞേച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ചേർത്ത് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. കർത്താവ് അതിന്റെ മാതൃക കാണിച്ചു തന്നു.
ഈ വരുവാനുള്ള പങ്കപ്പാടും പീഡകളും ക്രൂശീകരണവും ആണി തറയ്ക്കുന്നതും മുൾക്കിരീടധാരിയായിട്ട് പോകുന്നതും മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെടുന്നതും ഉടവയാൽ പോലെ നീളത്തെ കീറപ്പെടുന്നതും കണ്ടാൽ ആളല്ലെന്ന് തോറുമാറ് വിരൂപമാക്കപ്പെട്ട് രോമം കത്തിരിക്കുന്നതിനിടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാണിനെ പോലെ താഴ്ചയിൽ ന്യായം കിട്ടാത്തവനായി എല്ലാവരും നിന്ദിച്ച് പരിഹസിച്ച് കണ്ണുമൂടിക്കെട്ട് കന്നത്തടികച്ച് കാർക്കിച്ച് തുപ്പലേറ്റ് ഈ പങ്കപ്പാടുകളിലൊക്കെ സഹിക്കുന്നതും പ്രാണവേദനയിൽ കിടന്ന് പിടയുന്നതൊക്കെ കണ്ടേച്ച് പറയുക, ആ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് മാറ്റണം. ചേർത്ത് പറഞ്ഞു, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. നിങ്ങൾ ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവഹിതത്തിന് നീ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാരും വേണ്ടപ്പെട്ടതിന് പ്രിയപ്പെട്ടവരെല്ലാം മാറി നിലയ്ക്കും, ഒഴിഞ്ഞു പോകും, അകന്നു മാറും. എന്നാൽ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കും. നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. എന്തുവാ ദൈവത്തിൻ്റെ ഇഷ്ടം? മാനസാന്തരപ്പെടണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം, വേർപാട് പാലിക്കണം, തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, ഓരോ ദിവസവും മാനസാന്തരപ്പെടണം, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കണം. ഈ ദുഷ്ടലോകത്തിൽ വക്രതയും അനീതിയും വഞ്ചനയുമുള്ള ഈ ലോകത്തിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി ജീവിച്ച് കർത്താവിന്റെ വരുവനായിട്ട് ഒരുങ്ങണം. അതാ ദൈവഹിതം. ആ ദൈവഹിതത്തിനായി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഞാൻ സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഒരുപക്ഷെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കൂട്ടരും കുടുംബക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ നമുക്ക് എതിരായെന്ന് വരാം. ആക്ഷേപിക്കും, നിന്ദിക്കും, പരിഹസിക്കും, അപമാനം പറയും, ഒറ്റപ്പെടുത്തും, തിക്താനുഭവങ്ങൾ വരും. പക്ഷേ നീ തളർന്നു പോകരുത്. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ ഇറക്കും. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ താളടിയാകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടി ഇന്ന് രാത്രി അങ്ങ് പിരിയാം. 2 ചരണങ്ങളൊന്ന് ചേർന്ന് പാടിയാട്ടെ. ഇരുന്നോണ്ട് പാടിയാൽ മതി. എഴുന്നേറ്റ് നിന്ന് പാടാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോയാൽ എന്തോ കൊടുക്കും. അപ്പോൾ പിന്നെ ഇരുന്നോണ്ട് പാടുന്നതായിരിക്കും നല്ലത്. 2 ശീല ഇരുന്നോണ്ട് പാടിയാൽ മതി. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മാതമായി, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള അവനാരുമില്ലും ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു ഞാനിന്നു ബോധമാ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനും ചുമതലപ്പെട്ടവർക്കുമെല്ലാം ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന